ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 8 ഏഞ്ചൽസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അധികം ടൈം കൺസ്യൂമിങ് അല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ആണ് കൊള്ളി അഥവാ കപ്പ. നിങ്ങൾക്ക് കപ്പ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് കൊള്ളിയും മുട്ടയും. അപ്പോൾ നമുക്കിതിനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മുട്ട 3 എണ്ണം, സബോള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കുരുമുളക് പൊടി, ഇഞ്ചി, കറിവേപ്പില, ഗരം മസാല, കൊള്ളി. അടുത്തതായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പോർക്കിൻ്റെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അതിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൊള്ളി വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിപ്പോൾ നമ്മളിവിടെ 1 കിലോ കൊള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് 2 സബോള ഇതിലേക്ക് അരിഞ്ഞിടാം. ഇപ്പോൾ നിങ്ങൾക്ക് 1 കിലോ അല്ല അതിന് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് സബോള നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളക് നന്നായി ചെറുതാക്കി അരിഞ്ഞിടാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി ചെറിയൊരു കഷ്ണം അത് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൊള്ളിയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊള്ളിയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.